ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി രഞ്ജിത്തിൻ്റെ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രഞ്ജിത്ത് മഹാ ഫ്രോഡായിരിക്കും കേട്ടോ. അവൻ്റെ കയ്യിൽ വളരെ മോശമായ പ്രവൃത്തിയായിരിക്കും മറ്റുള്ളവരുടെ റൂമിലോട്ട് ഒളിക്കണ്ണുമായി ചെല്ലുക, ഒളിക്യാമറയുമായി ചെന്ന് അവരുടെ സൗന്ദര്യം കാണുക. ഇതായിരിക്കും കേട്ടോ രഞ്ജിത്തിൻ്റെ സ്വഭാവം. പറ്റ മോശമുള്ള സ്വഭാവമായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം ആർക്കും അറിയില്ല കേട്ടോ. സൂര്യ പറഞ്ഞതുപോലെ എല്ലാവർക്കും മുന്നിൽ നല്ലവനായി ചമയുകയാണ് സൂര്യയുടെയും അതുപോലെ പത്മയുടെയൊക്കെ മുന്നിൽ ഓരോ ദിവസവും ചെല്ലുമ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് നല്ല കുട്ടിയാണ്, എന്ത് ക്ഷമയാണ് അവനെ, ഇങ്ങനെയുള്ള ആണുങ്ങളെ വേണം എൻ്റെ മോൾക്ക് കിട്ടാൻ, എന്ത് നല്ലതാണ്, എനിക്കുണ്ടൊരു മകൻ, എന്ത് പറഞ്ഞിട്ട് എന്താ, അവനെ ഒന്ന് പറഞ്ഞ 10 എന്നൊക്കെ ഇങ്ങനെ പത്മ പറയൂ കേട്ടോ. അപ്പോഴൊക്കെ രഞ്ജിത്ത് നല്ലവനായി നിൽക്കുകയാണ്. എന്തിന് ഈ പറയുന്ന നന്ദിനി പോലും രഞ്ജിത്തിനെ അടിപൊളിയാണ്, നല്ല സ്വഭാവമുള്ള ഒരു പുരുഷനാണ്, ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, നല്ല നന്മയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടവും വിഷമവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്ഷമാശീലനായ ഒരു പുരുഷനാണ് അയാൾ എന്ന് നന്ദിനി സൂര്യയോട് പലവട്ടങ്ങളായി പറയുകയാണ് കേട്ടോ. സൂര്യയാണെങ്കിൽ ഈ മദ്യപാനത്തിൻ്റെ കേസിൽ ഒരു വട്ടം നന്ദിനിയോട് പറഞ്ഞു. പക്ഷേ ആ സമയം നന്ദിനി സൂര്യയാണ് കുറ്റക്കാരനാക്കിയത്, പിന്നീട് വേറെയുള്ള കാര്യത്തിൽ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളിലും സൂര്യ നന്ദിനിക്ക് മുന്നിൽ രഞ്ജിത്തിൻ്റെ സ്വഭാവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ കേട്ടോ. ഇവർ തമ്മിലൊരു കളിയൊക്കെ നടക്കുന്നുണ്ട്, ഒരു ക്രിക്കറ്റ് കളി. അവിടെയും സൂര്യയെ തോൽപ്പിക്കുന്നുണ്ട്. തോൽപ്പിക്കാൻ ഇങ്ങനെ കള്ളത്തരം തന്നെയാണ്, അത് ആരും കാണാതെ പെട്ടെന്ന് കള്ളത്തരം ചെയ്യുക എന്നുള്ളതാണ്. പിടിക്കപ്പെടാത്ത കള്ളത്തരമായിരിക്കും രഞ്ജിത്തിൻ്റെ അടുത്ത്. അങ്ങനെ രഞ്ജിത്ത് ആ വീട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുകയാണ്. സൂര്യക്കാണെങ്കിൽ പറയാനില്ല, വാക്കുകൾ കൊണ്ട് അവൻ പ്രിയപ്പെട്ടവനാവുമ്പോൾ അവനിടയിൽ ഒരു കള്ളത്തരം ഉണ്ടാവുമെന്ന് സൂര്യക്കറിയാം. ഇങ്ങനെയുള്ള ആളുകളെ പണ്ടേ സൂര്യ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പലവട്ടങ്ങളായി നന്ദിനിയോട് പറഞ്ഞിട്ടുണ്ട്, നന്ദിനി അവനെ സൂക്ഷിക്കണം, അവൻ്റെ ഉള്ളിലൊരു ഫ്രോഡുണ്ട്, അതായത് അവനൊരു ക്രിമിനലാണ്. ക്രിമിനൽ എന്ന് പറയാൻ പറ്റില്ല, അവന് വേറൊരു തരമാണ്, അവൻ ഏത് തരത്തിലാണ് തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് നന്ദിനിയോട് പലവട്ടങ്ങളായി സൂര്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി അത് മനസ്സിൽ എവിടേക്കോ വെച്ചിട്ടുണ്ട്. അങ്ങനെ രഞ്ജിത്താണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ റൂമിലോട്ട് ഇങ്ങനെ ക്യാമറ വെക്കുകയാണ്. അതായത് അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു കാർ ഉണ്ടാവും, ഒരു റിമോട്ട് കാർ ഉണ്ടാവും കേട്ടോ. അത് വെച്ചായിരിക്കും അവൻ്റെ പരിപാടികൾ. ആ റിമോട്ട് കാർ വെച്ച് ഓരോ റൂമിലോട്ടും ആരും അറിയാതെ ഒരു കുഞ്ഞു ടോയ്സ് ആയിരിക്കും, കുഞ്ഞു കാറായിരിക്കും, എത്ര ചെറിയതായിരിക്കും, അത്ര പറ്റാവുന്ന അത്രയും ചെറിയൊരു കാറാണ് കേട്ടോ. അത് ആരും ശ്രദ്ധിക്കപ്പെടില്ല, എവിടെയോ ആണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ചെറിയൊരു കാറ് വെച്ചിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാറ് വെച്ച് പലവരുടെയും റൂമിൽ പോയിട്ടുണ്ട്. എന്തിന് ഈ പത്മക്കൊക്കെ പണി കിട്ടുന്നുണ്ട് കേട്ടോ. പത്മ ഇങ്ങനെ നല്ലവൻ നല്ല മരുമകൻ, അടിപൊളി മരുമകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പത്മക്ക് പോലും ഈ രഞ്ജിത്തിൽ നിന്നും തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം കേട്ടോ. അങ്ങനെ ഈ ഒരു കാറ് അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് നന്ദിനിയുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിമോട്ട് ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ കൈകളിലുണ്ട്. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ അതൊരു കളിക്കുന്ന ടോയ്സ് ആക്കിയിട്ടാണ് ഇവർക്ക് മുന്നിൽ ഒരു കുഞ്ഞിനെ പോലെ കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ. ഇവരെല്ലാവരും ആ രീതിയിൽ കാണുകയുമാണ്. അങ്ങനെ ഒരു ദിവസം നന്ദിനി ഡ്രസ്സ് മാറാൻ വേണ്ടി തൻ്റെ റൂമിലോട്ട് കയറുകയാണ്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ കയറുന്ന സമയത്ത് തൻ്റെ പിറകിൽ ഒരുപാട് മുടിയുണ്ടല്ലോ, ആ മുടിയുള്ളത് കൊണ്ട് തന്നെ ബ്ലൗസിന് ഒരുപാട് ഇറക്കമുണ്ട്, കട്ട് ചെയ്തത് ഒരുപാട് ഇറക്കമുണ്ട്. പക്ഷേ ആ ഇറക്കം തൻ്റെ പുറം ഭാഗമൊന്നും കണ്ടിരുന്നില്ല. അങ്ങനെ നന്ദിനിയാണെങ്കിലോ ആ ഒരു മുടി പെട്ടെന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പം മാറ്റുമ്പോൾ രഞ്ജിത്ത് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിത്ത് ഇത് തൻ്റെ മൊബൈലിലൂടെ ഇതിങ്ങനെ കാണുകയാണ്, ആസ്വദിക്കുകയാണ്. അതിനെ റൂമിൽ കയറുകയാണ്, കതക് കുറ്റിയിടുകയാണ്. അങ്ങനെ ഈ മുടി പതിയെ ഇങ്ങനെ മാറ്റുമ്പോൾ നന്ദിനിയുടെ പുറം ഇങ്ങനെ കാണുമ്പോൾ ആഹാ പറയാനില്ല എന്നിങ്ങനെ അവൻ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ അവൻ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ നന്ദിനിക്ക് ഇതറിയില്ല. ഇങ്ങനെ നന്ദിനി തൻ്റെ സാരി പിൻ ചെയ്തത് ബ്ലൗസിന് പിറകിൽ ഇങ്ങനെ പതിയെ ആ ഒരു സൂചിപ്പിൻ എടുക്കുകയാണ്. അങ്ങനെ തൻ്റെ സാരിയുടെ പിന്നിങ്ങനെ അഴിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സാരിയുടെ പ്ലേറ്റ് മുഴുവൻ കയ്യിലോട്ട് ഇങ്ങനെ വീണിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇത് വീഴുമ്പോൾ ഇവനാണെങ്കിലോ വല്ലാത്ത ആകാംക്ഷ, ചെറുതായി നന്ദിനിയുടെ വയറൊക്കെ കണ്ടു തുടങ്ങി. അയ്യോയ്യോ പറയാൻ
പറയാനില്ല. വാക്കുകൾ വലുത് തന്നെ കേട്ടോ. അവനിങ്ങനെ എന്തൊരു ഹരം, അത്രയും ഹരത്തോടു കൂടി കാണുകയാണ്. അപ്പോൾ ഈ ഒരു പിന്നിങ്ങനെ ഈ സാരിയുടെ പ്ലേറ്റ് മുഴുവൻ കയ്യിലോട്ട് വീണത് കൊണ്ട് തന്നെ ചെറുതായി വയറ് ഇതാവുമ്പോൾ അവൻ ഈ കാർ ചെറുതായി ഒന്ന് ചലിപ്പിക്കുകയാണ്. നന്ദിനി കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചലിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാം പിന്നെ ഈ ഒരു ഭാഗം, അതായത് ആ ഒരു വയറിൻ്റെ ആ ഭാഗത്തോട്ട് അവനെ എത്തിക്കുകയാണ്. ആ ക്യാമറ അങ്ങോട്ടേക്ക് എത്തിച്ച് അവനെ കാണാനുള്ള ആകാംക്ഷയാണ്. അങ്ങനെ നന്ദിനി ഈ സാരി കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് ഈ കാറ് ചലിപ്പിക്കുന്നത് നന്ദിനി കാണുന്നത്. നന്ദിനി ഇത് കാണുമ്പോൾ പെട്ടെന്ന് നന്ദിനിക്കൊരു ഓർമ്മ വരികയാണ്, ഇവനിത് പുറത്ത് വെച്ച് കളിച്ചിരുന്ന കാറാണല്ലോ എന്ന്. അങ്ങനെ ഈ കാറ് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ നന്ദിനിക്കൊരു സംശയം, ഈശ്വരാ ഇതെന്താ ഇങ്ങനെ ഇവിടെ കിടന്ന് ഓടുന്നത്, ഇവിടെ ഓടിക്കാൻ അവനില്ല, അവൻ്റെ റിമോട്ട് വെച്ചാണ്, അപ്പോൾ തീർച്ചയായും ഇതിലെന്തോ പന്തികേടുണ്ട്. അപ്പോൾ നന്ദിനി എന്ത് ചെയ്യുന്നത്, തൻ്റെ കയ്യിലോട്ട് വീണ പ്ലേറ്റിൻ്റെ നേരെ സൈഡിലായിട്ടാണല്ലോ ഇവൻ കാറ് കൊടുന്ന് വെച്ചത്. അപ്പോൾ നന്ദിനി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. തിരിഞ്ഞ് നിന്ന് തൻ്റെ പ്ലേറ്റ് ഇങ്ങ് മേലോട്ട് കയറ്റുമ്പോൾ ആ സൈഡിലോട്ട് ഈ കാറ് വരുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി സംശയിച്ചത് കറക്റ്റായി, ശരിയാണ്, അവൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് തൻ്റെ സൗന്ദര്യം അവനെ ആസ്വദിക്കുകയാണെന്ന് നന്ദിനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷെ അതിനൊരു വ്യക്തത വേണമല്ലോ. അതിന് നന്ദിനി എന്ത് ചെയ്യുകയാണ്, തൻ്റെ ഈ ഒരു സാരി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്നും ഒരു തുണി എടുത്തിട്ട് ആ കാറിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇടുകയാണ് കേട്ടോ. അതോടുകൂടി എന്തൊരു കഷ്ടമാണ് ഇത് എന്നിങ്ങനെ ഇവൻ പറയുകയാണ്. അതായത് ആ കാർ അതിനുള്ളിൽ കുടുങ്ങി, അതും നല്ല കട്ടിയുള്ള തുണി ഇടുന്നത് കൊണ്ട് തന്നെ ക്യാമറ ബ്ലാക്ക് കളറാണ് കാണുന്നത്. അതുകൊണ്ട് ഇവന് ബാക്കിയുള്ളത് കാണാൻ പറ്റുന്നില്ല. അയ്യോ അവളാണെങ്കിലോ അത് അഴിച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബ്ലൗസൊക്കെ അഴിച്ചു തുടങ്ങുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരിത് ഇവന് പുറത്ത് നിന്ന് തോന്നുകയാണ്. ഇവനാണെങ്കിലോ പുറത്ത് ഈ റൂമിൻ്റെ തൊട്ട് പിറകിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി കതക് തുറക്കുകയാണ്. ആരും അറിയാതെ കതക് തുറന്ന് പതിയെ ഇവനിങ്ങനെ എവിടെ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുന്ന ഇടയ്ക്ക് നന്ദിനിയുടെ റൂമിൻ്റെ പിറകിലുള്ള ഓപ്പൺ ടെറസിൽ ഇവനിങ്ങനെ നിൽക്കുന്നുണ്ടാവും, രഞ്ജിത്ത് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവനിങ്ങനെ റൂമിൽ ഈ ഒരു ഇതിങ്ങനെ നോക്കുകയാണ്, ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കുകയാണ്. ഈ റിമോട്ട് ഇങ്ങനെ ചലിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നീങ്ങുന്നില്ല. അപ്പോൾ നന്ദിനിക്ക് മനസ്സിലായി, തീർച്ചയായും ഇവന് എൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ഇവനെ ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് നന്ദിനി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദിനി എന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് തൻ്റെ ഡ്രസ്സൊക്കെ വേറെ റൂമിലോട്ട് പോയി മാറിയതിന് ശേഷം അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവനാണെങ്കിൽ റിമോട്ട് ഇങ്ങനെ ചലിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിപ്പിക്കുന്നതിനനുസരിച്ച് ഈ തുണിയുടെ സൈഡിൽ നിന്നും പതിയെ ഈ കാറിങ്ങനെ വന്നു തുടങ്ങുകയാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ കാറ് ആ സൈഡിൽ എത്തുന്നുണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലാവും. നന്ദിനി ചെറുതായി കാലുകൊണ്ട് ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്കും, ആ കാറ് ഇങ്ങ് പുറത്ത് വരാണ്. അപ്പോഴേക്കും നന്ദിനി എന്ത് ചെയ്യുന്നു, തൻ്റെ ഡ്രസ്സ് മാറി ഈ സാരിയുടെ പ്ലേറ്റ് എടുക്കുന്ന ആ ഒരു രീതിയിൽ ഫുള്ളങ്ങനെ എടുത്തിട്ട് തൻ്റെ നെഞ്ചത്തോട്ട് അങ്ങ് ഇടുകയാണ്. ഇത് കാണുന്ന അവനങ്ങ് ദേഷ്യം പിടിക്കണം. ഈശ്വര എന്തൊരു കഷ്ടമാണ്, അത് മിസ്സായല്ലോ, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് തോന്നാണ്. അങ്ങനെ നന്ദിനി ഇവൻ്റെ ഈ ഒരു കാറിൽ ഒളിക്യാമറയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നന്ദിനി രഞ്ജിത്തിന് കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ അത് ഒന്നൊന്നരയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും വേദ ഇനി മനസ്സിലാക്കുകയാണ്, തൻ്റെ ഏട്ടൻ പറഞ്ഞത് എത്ര സത്യമായിരുന്നു എന്നുള്ളത് ആ ഒരു കാര്യം ഇനി വേദ മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ.